പല സാങ്കേതിക. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഒരു സിംഗിൾ വിൻഡോ ബോർഡ് രൂപീകരിക്കണം പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ സംഘടനക്കാരെന്നെ പറഞ്ഞു ഇപ്പൊ ഞങ്ങൾക്ക് യഥേഷ്ടം ഇതിൽ ചെയ്യാം, ഇനി സിംഗിൾ വിൻഡോ ബോർഡ് വന്ന പ്രശ്നമായിരിക്കുന്നു അല്ലേ. ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ സംഘടനക്കാർ വന്നിപ്പോൾ വേണ്ടാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ തൊടാതില്ല. അല്ലെങ്കിൽ എല്ലാ വകുപ്പുകളും ഇപ്പോൾ നമ്മുടെ റവന്യൂ, ഫോറസ്റ്റ് എല്ലാവരും ചേർന്നിട്ടുള്ള സിംഗിൾ വിൻഡോ ആയിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ചർച്ച ചെയ്തു പോകും. നിങ്ങളുടെ അനുമതി ഉണ്ടാവും. അനുമതി എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഇൻവൈറ്റ് ആയിട്ട് വയ്ക്കാം. അപ്പൊ അത് വേണ്ട, ഞങ്ങൾക്ക് ഇപ്പൊ സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യം റീസണബിൾ റെസ്ട്രിക്ഷൻ ഭരണഘടന വന്ന പോലെ ഒരു ഉത്കണ്ഠ ചിലർക്ക് വന്നുകൊണ്ടാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയത്. അല്ലെങ്കിൽ ഞാൻ ആദ്യം വെച്ച പ്രൊപ്പോസലായിരുന്നു ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഈ 5% ഉപയോഗിക്കാനും തിരിയും. ഇപ്പൊ നമ്മൾ 5% അല്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല, മൊത്തം ഡൈവേഴ്സിഫിക്കേഷൻ. ഓഫ് കോഴ്സ് വൺ കണ്ടീഷൻ, ദ ലൈഫ് ഓഫ് ദ ട്രീ ഷുഡ് ബി മിനിമം 20 years. ഇതാണ്. അപ്പോൾ സിംഗിൾ വിൻഡോ ബോർഡ് നമുക്ക് രൂപീകരിക്കാൻ കഴിയും. അപ്പൊ ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കും ഇപ്പോൾ തർക്കമില്ല അല്ലെ? ഇത്രയും പോയിന്റുകളിൽ എന്റെ ഒബ്ജക്ഷൻസ് ഇല്ലല്ലോ. കൈ പൊക്കുമ്പോണ്ടൊന്നുമില്ല, എല്ലാവരും അംഗീകരിക്കല്ലേ, ഇല്ല നടപ്പാക്കണമെന്നതിലല്ലേ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. ബീ പ്ലാന്റേഴ്സ് ഉണ്ട്, ചെറുകിട പ്ലാന്റേഴ്സ് ഇല്ലേ, നിങ്ങളുണ്ട്, ട്രേഡ് യൂണിയൻസ് എല്ലാവരും ഇല്ലേ, അവിടെ പ്ലാന്റേഷൻ കോൺഗ്രസിന്റെ ആളുണ്ട് അല്ലേ, ആളുണ്ടോ, അഫ്താറുണ്ട്, ATC ഉണ്ട്. ATC ഉണ്ടല്ലോ, വാഴൂരിക്കല്ല. അദ്ദേഹം നിയമസഭയിൽ ഇത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് എന്നും സബ്മിഷൻ ചോദിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് യോജിപ്പാണെങ്കിൽ എന്ന് പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല. പ്ലാന്റേഷൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ദൗത്യം. അപ്പൊ നമുക്ക് ഇനി ഗവൺമെന്റിലേക്ക് പോകുമ്പോൾ ഈ മേഖലയിലുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടൊരു കൺസെൻസ് ആണെന്ന് പറയാം. പിന്നെ പൊളിറ്റിക്കൽ കൺസെൻസസ് വേണ്ടി വരും. എങ്കിലാണ് ഈ പോളിസി നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷമായിരിക്കും ചിലർക്ക് ഈ ഇന്ന മരം തന്നെ വേണം എന്നതിൽ വാശി പിടിക്കുന്നവരുണ്ടോ, അത് തന്നെയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ആ മരത്തോട് താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല, അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാന്റേഷൻ തന്നെ നിൽക്കുക, പ്ലാന്റേഷൻ നന്നായി പ്രവർത്തിക്കുക, ലാഭകരമാവുക, തൊഴിലാളിയുടെ ജീവിതം മെച്ചപ്പെടുക. നിങ്ങൾ പ്ലാന്റേഷൻ പ്രതിസന്ധിയിലാണെങ്കിൽ തൊഴിലാളിക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയിട്ട് കാര്യമില്ല. ഗവൺമെന്റ് നിലപാട് തൊഴിലാളികളുടെ വേതന വ്യവസ്ഥകളെല്ലാം മെച്ചപ്പെടുന്നു, കൊടുക്കാനുള്ള ശേഷി സംവിധാനത്തിനുണ്ടാകണം, ഈക്വിലിബ്രിയാണ്. അപ്പൊ ഇത് മെച്ചപ്പെടുത്തേണ്ടത് ചോരുണ്ടെങ്കിലല്ലേ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ ആദ്യം ഉറപ്പിക്കുന്നു, അതിലെല്ലാവരും ചേർന്ന് നിൽക്കുന്നു. ഇനി നമുക്ക് മറ്റു തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ നമ്മൾ റബ്ബറിൽ ഇപ്പൊ റബ്ബർ പാർക്ക് ഏകദേശം അലോട്ട്മെന്റിന്റെ ഇതിലേക്ക് എത്തുകയാണ്. നിങ്ങൾക്ക് വേറെ അവിടെ കർഷക കൂട്ടായ്മകൾക്കോ ഏതെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും പ്രദേശങ്ങളിൽ അത് നമുക്ക് എങ്ങനെ അതിനോട് ചേർത്ത് വയ്ക്കാം എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഡിഫൻസ് ഇങ്ങനെയുള്ള മേഖലകളിൽ മെഡിക്കൽ ഡിവൈസസ് റബ്ബറിന് പുതിയ സാധ്യതയുണ്ട്. ഇപ്പൊ ചെറിയ ഉൽപ്പന്നം പോലെ ഞാനിപ്പോ ചേലക്കര ഇലക്ഷൻ ബന്ധപ്പെട്ട് അവിടെ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ഫാക്ടറി പോയി. അത് ചെറിയ ഒരു 200 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിക്കുന്നത്, ഒരു 3-4 കോടിയുടെ ഇൻവെസ്റ്റ് ഉള്ള കമ്പനി നന്നായി പോകുന്നു. ഒന്നല്ല, റബ്ബർ ബാൻഡ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലേക്കും കളറില്ലാത്ത റബ്ബർ ബാൻഡ്. അത് ഈ കേരളത്തിലെങ്ങുമില്ല. നാച്ചുറൽ കളറിലുള്ള റബ്ബർ ബാൻഡ്. മറ്റേ കളറുള്ളതും ഈ മറ്റ് ആസിഡ് ചേർക്കുന്നില്ലേ, നാച്ചുറൽ കളറാണ് നാച്ചുറൽ തന്നെയല്ല ചേർക്കുന്നത്. കളറിന്റെ തന്നെ സ്വാഭാവികതയിൽ നിൽക്കും. അതായത് നാച്ചുറൽ കളർ നടത്തുന്നില്ല, കളറിന്റെ നാച്ചുറൽ അതിൽ തന്നെ നിൽക്കും, മങ്ങില്ല. വലിയ സംവിധാനം വിപുലപ്പെടുത്താൻ പോകണം. ഇത് നല്ല സാധ്യതയുണ്ട്. എത്ര റബ്ബർ ബാൻഡ് കേരളത്തിൽ ഉപയോഗിക്കും, എവിടെ റബ്ബർ പുറത്തുനിന്നല്ലേ. മെഡിക്കൽ ഡിവൈസസ് ഒത്തിരി റബ്ബർ സാധ്യതയുണ്ട്. ഇപ്പൊ വജ്ര റബ്ബേഴ്സ് ഉണ്ട്, അവര് വിക്രാന്തിലേക്ക് അവരല്ലേ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇപ്പോ ISRO കൊടുക്കുന്ന റബ്ബർ കമ്പനികൾക്ക് പുതിയ സാധ്യതകൾ ഈ മേഖലയിൽ വരുന്നുണ്ട്. റബ്ബറിൽ തന്നെ കോഫി, ഇപ്പൊ നമ്മൾ കോഫി പാർക്ക് ഇപ്പോ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ നമ്മുടേതായ ബ്രാൻഡിങ്ങിലേക്ക് വരികയാണ്. ഇപ്പൊ കേരള റബ്ബർ, നമ്മൾ കേരള ബ്രാൻഡിന്റെ എല്ലാത്തിനും അംഗീകരിച്ചത് ഗവൺമെന്റ് നന്മ വെളിച്ചെണ്ണയ്ക്ക് കൊടുത്ത് പ്രോട്ടോകോൾ അംഗീകരിച്ച് ബാക്കി പ്രൊഡക്റ്റിലേക്ക് പോകുന്നുണ്ട്.
2 കേര പദ്ധതി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. 476,44,00,000 പ്ലാന്റേഷനുള്ളതാണ്. അത് കമ്മോഡിറ്റി ബോർഡിനെ കൂടി നമ്മൾ സഹായം ഉപയോഗിക്കും. പക്ഷേ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ആണ് അതിൻ്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി. റബ്ബർ, കോഫി, കാണ്ടമം, ഇത് 3 അതിനകത്ത് വരിക. തേയില നമ്മൾ ഉൾപ്പെടുന്ന ആവശ്യപ്പെട്ടെങ്കിലും അവർ വേൾഡ് ബാങ്ക് പദ്ധതിയാണ് അവർ സമ്മതിച്ചത്. 75,000 റബ്ബറിന് പെർ ഹെക്ടർ, 80,000 കോഫിക്ക് പെർ ഹെക്ടർ, 1 lakh ഏലത്തിന് പെർ ഹെക്ടർ. ഇതാണ് അവരുടെ ഈ സ്കീമിന്റെ ഭാഗമായിട്ടുള്ളത്. നമ്മൾ ഇത് മാത്രമല്ല, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമുണ്ട്. വായ്പ നമ്മളുടെ ഒരു ഗ്യാരണ്ടി സ്കീം ഉണ്ടാക്കുന്നതും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ നയം നമുക്ക് ഇതേപോലെ നടപ്പിലാക്കാൻ പറ്റിയാൽ, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് പ്രഷർ ചെയ്യുന്നില്ല, യു വിൽ ട്രൈ. പക്ഷെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും യോജിപ്പോടെ നിൽക്കുന്നതുകൊണ്ട് ആ യോജിപ്പ് പൊളിറ്റിക്കലി പ്രതിഫലിച്ചാൽ നമുക്ക് വേഗത്തിൽ തന്നെ നടപ്പിലാക്കാനും പറ്റും. അതങ്ങനെ വന്നാൽ ഇത് രണ്ടും കൂടി നമുക്ക് സൈമൾട്ടേനിയസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ഇപ്പൊ വെള്ളം മാറുന്നില്ല, നിങ്ങൾക്ക് ചിലർ കരുതുന്നു, അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഇതിനെ പദ്ധതികൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് നല്ല സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്ലാന്റേഷൻ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്ലാന്റേഷൻ ഉള്ളത് കേരളത്തിലാണ്, ഡിക്ലെയർഡ് പ്ലാന്റേഷൻ. അതിൽ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് വന്നതിന് ശേഷം കുറെ നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്ലാന്റേഷൻ എക്സ്പോ 2 എഡിഷൻ കഴിഞ്ഞു, നല്ല പ്രതികരണമായിരുന്നു. ഡൽഹിയിലെ ട്രേഡ് എക്സ്പോയിൽ നമ്മൾ പ്ലാന്റേഷന് പ്രത്യേക സ്റ്റോൾ ഇട്ടു. കഴിഞ്ഞ വർഷം ഇട്ടു, ഈ വർഷം അത് നല്ല പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കോഫി കോൺഫറൻസിന് നെതർലാൻഡ്സിലേക്ക് ആളെ വിട്ടു. ഒരു ട്രൈബായിട്ടുള്ള ഫാർമറെ വിട്ടു, ഒരു വനിതാ ഫാർമറെ വിട്ടു. പിന്നെ അതിൻ്റെ കമ്മിറ്റിയിൽ ആളുകൾ പോവുകയുണ്ടായി. അവിടെ നമ്മുടെ സാന്നിധ്യം ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ ലയങ്ങളെ സംബന്ധിച്ചൊരു സ്കീം ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇവരുടെയും കൂടി ഒരു പിന്തുണ വേണം എന്ന് കണ്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ അവതരിപ്പിച്ചത് ഇൻഡസ് സബ്വെൻഷൻ സ്കീമായിരുന്നു. അത് വേണ്ട, ഒരു ക്യാപിറ്റലായിട്ട് സബ്സിഡി ആയിട്ട് നിർമ്മിക്കുന്നതിനുള്ള ഒരു സബ്സിഡി ആയിട്ട് തന്നെ മതി എന്നൊരു അഭിപ്രായം വന്നു. ഇപ്പോൾ നമ്മൾ അപ്രൂവ് ചെയ്തു, സ്കീം ഏകദേശം ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. പിന്നെ ഇവിടെ വന്ന ഉത്കണ്ഠ, പൂട്ടിക്കിടക്കുന്ന പ്ലാന്റേഷനുകൾ, അതിന് പ്രത്യേകം ഇത് വന്നാൽ സ്വാഭാവികമായിട്ടായിരിക്കും മാറും. ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയൽ ലാൻഡിന്റെ അലോട്ട്മെന്റ് പോളിസി മാറ്റിയോടുകൂടി ഇല്ല പ്രതിസന്ധി തർക്കത്തിന് കടന്നതിലേക്ക് വേണ്ടി ഇൻഡസ്ട്രി വന്നു. കാരണം അതെല്ലാം സിംപ്ലിഫൈ ചെയ്തു. അതേപോലെ നിങ്ങൾക്ക് ലാഭകരമായി നടത്താൻ പറ്റും. ഇപ്പൊ ആ മാനേജറിന് പറ്റില്ല, വേറെ ഒന്നിലേക്ക് വരണം. അത് നമുക്ക് വേറെ സ്പെസിഫിക് ആയിട്ട് ഇഷ്യൂ ബേസ്ഡ് ഇഷ്യൂ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഗവൺമെന്റ് എന്തായാലും പ്ലാന്റേഷന് പുതുതായി ഏറ്റെടുത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് അതിനകത്ത് എക്സ്പെർട്ടൈസേഷൻ ഇല്ല പ്ലാന്റേഷൻ നടത്താൻ. അത് പഠിച്ചിട്ടുള്ള സമയമില്ല. അതിന് സംവിധാനം ഇപ്പോൾ നമുക്ക് ഒരു പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉണ്ട്, MD എൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞ ഓയിൽ പാം ഇന്ത്യ ഉണ്ട്. ഇതെല്ലാം നമുക്ക് എങ്ങനെ ഇതിന്റെ ഭാഗമായി ശക്തിപ്പെടുത്താൻ തീരുമാനിക്കാം. മറ്റ് പ്ലാന്റേഷനുകൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഇടപെടുക, ഇതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളിൽ ഇനിയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഇൻ റൈറ്റിംഗ് യു ക്യാൻ സബ്മിറ്റ് ദാറ്റ്. പക്ഷെ ഓരോ സൂക്ഷ്മമായിട്ടുള്ള പോയിന്റുകളൊന്നും ഈ റിപ്പോർട്ടിന്റെ ടേംസ് ഓഫ് റെഫറൻസിനകത്ത് നിന്ന് വാട്ട് ഈസ് ടു ബി ഡൺ ഫർദർ, അത് മാത്രമാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഇഷ്യൂസ് വരുന്നു, വി ക്യാൻ അഡ്രസ് അറ്റ് ദാറ്റ് ടൈം. ഇപ്പം തന്നെ നമ്മൾ നമ്മുടെ വെള്ളം എന്ന് കരുതി കൊണ്ട് ഉയർത്തി പിടിക്കേണ്ടതില്ല. വരുമ്പോൾ നമുക്ക് ആ സമയത്ത് നോക്കാം. അല്ലാണ്ട് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ ആകുമോ ഇങ്ങനെ ആകുമോ എന്ന് വേണ്ടതില്ല. ജനറലി എല്ലാവർക്കും ഇപ്പം അംഗീകരിക്കാവുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ഇത് മാത്രം പോരാ, കുറെ കൂടി വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇത് തന്നെ എത്താൻ കുറച്ച് കടുപ്പാണെന്ന് കണ്ടിട്ട് വേണം നമ്മൾ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ. നമ്മൾ സാധാരണ പറയുമല്ലോ, പോക്കറ്റ് ഉള്ളതനുസരിച്ച് ആഗ്രഹിക്കാവുന്നുള്ളത്. ഇപ്പൊ യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇതിലേക്ക് എത്താൻ തന്നെ കുറച്ച് കടമകൾ കൂടി കിടക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പോ ആഗ്രഹം സ്വപ്നം കണ്ടോളൂ. ഇപ്പോഴത്തെ സ്വപ്നം ഇതിലേക്ക് ലിമിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് എല്ലാവരും കൂടി ശ്രമിക്കാം. ഈ പ്രോസസ്സിന്റെ തുടർച്ചയിൽ ഒരു മാസം 2 മാസത്തിനുള്ളിൽ നമുക്ക് ഒരു നയപരമായതിലേക്ക് എത്താനാണ്. അങ്ങനെ വരുമ്പോഴാണ് ഫെബ്രുവരി
21-22 നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് ആണ്. അപ്പൊ പിന്നെ നല്ല ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രഖ്യാപനം വരണം അവിടെ. അതിനുള്ള ഒരു പരിസരമാണ് സർക്കാർ ഒരുക്കുന്നത് എല്ലാ തലങ്ങളിലും. വലിയ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരിക അതല്ല ഒരു ഭാഗം. ഇവിടെ ഉള്ള ഇൻവെസ്റ്റേഴ്സ് എത്ര കൂടുതൽ മുടക്കും. അതാണ് ഞങ്ങൾ മീറ്റിങ്ങുകൾ കൂടുന്നത് 1000 കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള കേരളത്തിലെ കമ്പനികൾ, 40-ലധികം കമ്പനികൾ. നമ്മൾ അവരെ വിളിച്ചു, അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇനി എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഞങ്ങൾ എന്തായാലും കൂടുതൽ ചെയ്യേണ്ടത്. ഇനി 2-ാം തീയതി 500 കോടിക്ക് 1000 കോടിക്കിടയിലുള്ളത്, അന്ന് തന്നെ 100 കോടിക്കും 500 കോടിക്കിടയിൽ ടേൺ ഓവറുള്ളത്. അവരെല്ലാം വിളിക്കുന്നു. എല്ലാ ഇൻഡസ്ട്രിയൽ പാർക്ക് ചെറുതായിരിക്കും, 1 കോടി 2 കോടി. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പം എന്താ ഫർദർ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കിൻഫ്ര KSITC പാർക്കിൽ പ്രവർത്തിക്കുന്നു, അവരോടും ഒരു ടീം അവരോടും വർക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് ഇനി എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉള്ളത് തന്നെ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് എത്ര. പിന്നെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ന്യൂ ഇൻവെസ്റ്റ്മെന്റും ഫർദർ ഇൻവെസ്റ്റ്മെന്റ് പൈപ്പറിയിൽ നിൽക്കുന്നു. ഏകദേശം 255 പേരുണ്ട്. അവരെയൊക്കെ പ്രത്യേകം വിളിച്ചു. 15,000 കോടിയാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്. ഇതെങ്ങനെ കൂടുതൽ പറ്റും? പിന്നെ മിഷൻ 1000 4 വർഷം കൊണ്ട് 1000 MSME മാറാം. എന്നുവെച്ചാൽ 100 കോടി ടേൺ ഓവറുള്ള 1000 വ്യവസായികൾ. ആവറേജ് 100 crore. ചിലപ്പോൾ 70 കോടി 100 കോടിയാവും, ചിലപ്പോൾ 110-150 ആകും. ആവറേജ് 100 crore, 1000 ഇൻഡസ്ട്രി, എന്നിട്ട് 1 lakh crore ടേൺ ഓവറായി. അപ്പോൾ നമ്മുടെ ഇക്കണോമിക്കെല്ലാം ഒരു ബൂസ്റ്റ് ആയിരിക്കും, അതിൻ്റെ ചലനാത്മകത വർദ്ധിക്കും. അതിപ്പോ 260 നമ്മൾ സെലക്ട് ചെയ്തു. പ്രോസസ് മുന്നോട്ട് പോവുകയാണ്. സെക്ടർ വൈസ് മീറ്റിംഗ് നടക്കുകയാണ്. ഇപ്പോൾ AI കഴിഞ്ഞു, റോബോട്ടിക്സ് കഴിഞ്ഞു, ലോജിസ്റ്റിക് കഴിഞ്ഞു, അതോടൊപ്പം തന്നെ മാരിടൈം കഴിഞ്ഞു, ലൈഫ് സയൻസ് കൂടെ കഴിഞ്ഞു, ഹൈടെക് ഫാമിംഗ് കഴിഞ്ഞു, ആയുർവേദ കഴിഞ്ഞു, ടൂറിസം കഴിഞ്ഞു, റീറ്റെയിൽ കഴിഞ്ഞു. എല്ലാം സെക്ടർ വൈസ്. ചെന്നൈ റോഡ് ഷോ കഴിഞ്ഞു, മുംബൈ റോഡ് ഷോ കഴിഞ്ഞു, 5-ാം തീയതി ചെന്നൈ കഴിഞ്ഞു, ബാംഗ്ലൂർ കഴിഞ്ഞു, 5-ന് മുംബൈ, 6-ന് ഡൽഹി, പിന്നെ ദുബായിൽ ഒരു മിഡിൽ ഈസ്റ്റിൻ്റെ. അപ്പം ഇങ്ങനെ നമ്മൾ എല്ലാ തരത്തിലുള്ള പ്രിപ്പറേഷൻ